അത് നിങ്ങൾ ഇസ്ലാമി ഈ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പക്ഷത്തെയും അടിസ്ഥാനമായി സ്വീകരിച്ചത് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ. അതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള നിലപാടുകൾ അങ്ങനെ തന്നെ സ്വീകരിച്ചു. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിക്കാർ മാത്രം സ്വീകരിച്ചത് കഴിയാൻ അങ്ങനെയാണ് ധരിക്കേണ്ടത്. അതെന്താ ചെലവിട്ടപ്പോൾ ഷിർക്കിനോടും മുശ്രിക്കുകളോടുമുള്ള നിലപാടുകൾ പോലും ഈ നയപരമായ വ്യത്യാസം ജമാഅത്ത് വിമർശകരായ ആളുകൾ സ്വീകരിക്കുന്നു. ഉദാഹരണം നാട്ടി നിർത്തപ്പെട്ട ഷിർക്കാണോ വിഗ്രഹങ്ങൾ. നമ്മുടെ ഗുരുവായൂരും അതുപോലെ തന്നെ ശബരിമലയിലും ഇവിടുത്തെ ക്ഷേത്രങ്ങളിലുമൊക്കെ ഉള്ള ബഹുദൈവാരാധന പച്ചയായി അതിന് ന്യായീകരിക്കുകയും ചെയ്യും. അതേസമയം മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസികളും അനാചാരമുള്ള ആളുകളായ ആളുകൾ അവരുടെ സമുദായത്തിലുള്ള ചില ഷിർക്കിൻ്റെതായ ചില രൂപങ്ങൾ അവിടെ നിൽക്കുന്നു. കബറാരാധന പോലെയുള്ള ചില കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നടക്കുന്നു. ഈ കബറാരാധനയെ എതിർക്കുന്ന അതേ ഭാഷയിലും ശൈലിയിലും യഥാർത്ഥത്തിൽ ബഹുദൈവാരാധനയെ എതിർക്കുവാൻ മുസ്ലിം സമൂഹത്തിലെ ജമാഅത്ത് വിമർശകരായ ആളുകൾ എപ്പോഴെങ്കിലും മുതിരാറുണ്ടോ? മുതിർന്ന എന്തില്ല. ഞാൻ അവിടെ കുറ്റം പറയാം. കാരണം ഇന്ത്യയിലെ ബഹുസ്വര സമൂഹത്തിൽ, ബഹുമത സമൂഹത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല അവബോധമുണ്ട്. പക്ഷെ ഞാൻ കുറ്റം പറയുകയാണ്. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ, നയപരമായ ഒരു വ്യത്യാസം സ്വീകരിക്കുന്നില്ലേ? വളരെ തെളിയിച്ച് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ യാഥാർത്ഥ്യ വിഭാഗത്തിന്റെ ഷിർക്കിനെ വിമർശിക്കുന്ന പോലെ ഈ രാജ്യത്തെ വിഗ്രഹാരാധകരായ ആളുകളുടെ ഷിർക്കിനെ എതിർക്കാറുണ്ടോ ജമാഅത്ത് വിമർശകരായ മതസംഘടനക്കാർ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കേരളത്തിലെ എല്ലാ ഷിർക്കിനെ എതിർത്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോരുത്തരുടെ പേരെണ്ണീറ്റ് പാണക്കാട് തങ്ങള്, ഇന്നാള് എന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് പറയാറില്ല. അത് പറയേണ്ടി വന്നാൽ അത് പറയാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ സുനാമിക്ക് ശേഷം പാണക്കാട് തങ്ങള് കടലിലേക്ക് പഴെറിഞ്ഞു, കണ്ണൂർ കടലില്. അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പണ്ഡിതന്റെ ഒരു പ്രയോഗം തന്നെ, വിശക്കുന്ന മനുഷ്യന്റെ കുടലിലേക്കെറിയേണ്ട പഴം കടലിലേക്കെറിഞ്ഞ പൊട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം തന്നെ. അങ്ങനെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണ് ഇവരെന്ത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ജമാഅത്തെ ഇസ്ലാമി പറയാറില്ല. ഈ നാട്ടിലെ എല്ലാവിധ ശിർക്കൻ മേഖലയും ശക്തമായി എതിർത്തു പോന്നിട്ടുള്ള പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്കറിയാലോ, സനാഉല്ലാ മക്തി തങ്ങൾ ക്രൈസ്തവതയുടെ മുന്നേറ്റത്തെ ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലുടനീളം അതിൽ വരുന്ന ശിർക്കിനെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മിക്ക ലേഖനങ്ങളും, മിക്ക പ്രസിദ്ധീകരണങ്ങളും, മിക്ക പ്രസംഗങ്ങളും, മിക്ക സംവാദങ്ങളും ഈ നിലക്കുള്ള ശിർക്കിനെതിരെയേറ്റ പ്രഹരമാണ്. ആയിരക്കണക്കിന് സുന്നി പ്രവർത്തകർ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ സ്വീകരിച്ചത് സത്യസന്ധമായ തൗഹീദി പ്രബോധനമാണ്. അതിനാർജവം കാണിക്കാത്ത ഒരവസ്ഥയും നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഈ രംഗത്ത് മൂല്യം കാണിച്ചും ശിർക്ക് ചെയ്തവരോട് കൂടുതൽ അനുകൂലിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിൽ ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ, ഒരു മണ്ഡലത്തിൽ ഒരു സുന്നി ആചാര്യ മത്സരിച്ചു, ഒരു മണ്ഡലത്തിൽ, തൊട്ടടുത്ത മണ്ഡലത്തിൽ മുജാഹിദും മത്സരിച്ചു. 2 ആളും ആജിമാരാണ്. 2 ആളും ഒരുപാട് കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരാണ്. 2 ആളുകളെയും നാട്ടുകാർക്ക് നന്നായി അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള 2 ആളുകൾ. ഒരാളാകട്ടെ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് ഒരാള്. വേറൊരാളോ എല്ലാ മക്കാമുകളിലും ഖബർ സിയാറത്ത് ചെയ്യുകയും മരിച്ചുവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഒരു മക്കാമിന്റെ പോരിശ പറഞ്ഞുകൊണ്ട് പുസ്തകം ഇറക്കിയ ആളാ. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തപ്പോ വോട്ട് ചെയ്ത ആർക്കാന്നറിയോ? ഖബറാളിയായ ഈ മനുഷ്യന്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശത്തോടോ മൂല്യത്തോടോ ഒരിക്കലും പ്രതിബദ്ധത ഉണ്ടായിട്ടില്ല ഒരു കാലത്തും. പിന്നെ ജമാഅത്തെ ഇസ്ലാമി മൂല്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണോ, ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയാരോ അവരാണ് ഏറ്റവും വലിയ മൂല്യം. എനിക്ക് ഇവരുടെ മൂല്യം, ഒരു കാലത്ത് മൂല്യം നോക്കി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. പിന്നൊരു കാലത്ത് പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന ചില പ്രസ്ഥാനങ്ങളെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു. ഇവിടെ മൂല്യം നോക്കിയ കാലത്ത് തന്നെയാണ് ഈ പറയുന്നത്. അന്നോ ആദ്യത്തിൽ രാജേഷ് ഖന്ന മത്സരിച്ചൊരു കാലം. ഓരോന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ പറയേണ്ടി വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വ്യത്യാസം വരുത്തിയപ്പോഴാട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാറ്റിമറിച്ചപ്പോഴാണ് ഇതൊക്കെ അവർക്ക് പറയേണ്ടി വന്നത്. അപ്പൊ രാജേഷ് ഖന്ന അത് സിനിമാ നടനാണെന്ന് അന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ ലാൽ കൃഷ്ണ അദ്വാനിക്കാണ് വോട്ട് ചെയ്യാൻ. ചെയ്തില്ലേ? ജമാഅത്തെ ഇസ്ലാമി ചെയ്തില്ലേ? എത്രത്തോളം വാജ്പേയി അധികാരത്തിലേറിയപ്പോൾ ആദ്യം പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയാരാ? ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ലാൽ കൃഷ്ണ അദ്വാനിക്ക് വോട്ട് ചെയ്തു. അന്ന് രാജേഷ് ഖന്നക്ക് മൂല്യമല്ല, കാരണം ഉപരി സിനിമാ നടനാണ്. എന്തോ ആവട്ടെ, ഇക്ബാലിന്റെ അങ്ങേയറ്റ ഇക്ബാൽ കവിത ഉദ്ധരിക്കെങ്കിലും അത് സമദാനിന്റെ വലിയ ന്യൂനതയാണ്. ആ ന്യൂനതയാണെങ്കിലും സമദാനി മത്സരിച്ചു, പി ടി കുഞ്ഞഹമ്മദ് മത്സരിച്ചു. ഒരാള് നിരീശ്വരവാദി, ഒരാള് തനിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ, പരലോക നിഷേധി, പ്രവാചകന്മാരെ നിഷേധിച്ചവൻ,
സിനിമാ നടൻ, സിനിമാ സംവിധായകൻ. അപ്പൊ ഒരാൾക്ക് എത്ര മൂല്യം ഉണ്ടാവും, അത്രയൊക്കെ മൂല്യം കൂടുതലുള്ള ഒരാള്. അപ്പൊ ജമാഅത്ത് എന്ത് ചെയ്തു? മൂല്യം പറ്റക്കുറവ്. കാരണം എന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂല്യം പറ്റ കുറയാൻ കാരണം ലീഗുകാരനായിരുന്നു എന്നുള്ളതാണ് സമദാനിന്റെ മൂല്യം കുറയാനുള്ള കാരണം. മറ്റേയൊക്കെ മൂല്യം കൂടിയതോ? ഒന്നാമത്തെ നിരീശ്വരവാദി. മൂല്യം കൂടാനുള്ള നമ്പർ 1 ഒന്നാമത്തെ പോയിന്റ്. പരലോകത്തെ നിഷേധിക്കണം 2ാമത്തെ പോയിന്റ്. സിനിമ സംവിധാനം ചെയ്യണം 3ാമത്തെ പോയിന്റ്. പിന്നെ സിനിമ നടനാകണം 4ാമത്തെ പോയിന്റ്. ഇതൊക്കെ കൂടി ചേർന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇസ്ലാമിക ഭരണം വരാൻ ഏറ്റവും നല്ലത് ഈ ഏറ്റവും മൂല്യം കൂടിയ മുത്തക്കിക്ക് വോട്ട് ചെയ്യലാണ്. ഭയങ്കരാണ്. ഓ, ലോകത്തെ ഏറ്റവും തൊലിക്കട്ടിയുള്ള ഒരു മൃഗണ്ട് അത്രേ. ചർമ്മ സൗഭാഗ്യമേ നിങ്ങളുടെ പേരോ ജമാഅത്തെ ഇസ്ലാമി. ഇനി അതിനെ പറ്റിയൊരു വിശദീകരണം ഉണ്ട്. അതെന്താ അറിയോ? അതിനെ പറ്റിയുള്ള വിശദീകരണം, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്ന പോലെയാണ്. ഷെയ്ഖ് സാഹിബിന്റെ വിശദീകരണ അദ്ദേഹത്തിന്റെ പുസ്തകത്തില്, അദ്ദേഹത്തിന്റെ മുഖാമുഖം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്ന അതെന്താ, അതിൽ പറയുന്ന കാര്യം എന്താ അറിയോ? ഒരാള് ഖബർ സിയാറത്തിന് പോയാൽ അത് സുന്നത്തായതാണ്, അത് പുണ്യമുള്ളതാണ്. ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ പോയാലോ അത് തെറ്റാണ്. മുജാഹിദുകൾ പോകുന്നത് ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ പോകുന്ന പോലെയാണ് എന്നാ. ഇത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരട്ടെ, ഇസ്ലാമിക ഭരണം വരരുത് എന്നാണ്. അതിന് മുമ്പ് ആവർത്തിച്ചു പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെന്തറിയോ? അനിസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ചോ അല്ലെങ്കിൽ സ്ഥാപിക്കാനോ അത് വരാനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ, അത് മൂപ്പരൊരു മാസ്റ്റർ പീസ്. ആ വാക്ക് തന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് വോട്ട് ചെയ്യുമ്പോ ഇവിടെ അനിസ്ലാമിക ഭരണകൂടം വരണം, ഇസ്ലാം വരരുത്, ഇവിടെ ഒരിക്കലും ഇസ്ലാമിന്റെ ഭരണം ഉണ്ടാകരുത്, ഇവിടെ നശിച്ചു നാറിയ മറ്റു ഭരണം തന്നെയാണ് വരേണ്ടത് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത് ഏത് മുസ്ലിം ഉണ്ട് ഇവിടെ? നിങ്ങൾക്ക് എന്തായി പോയി കൂട്ടരെ? ഞാൻ പറയുന്നത് ഒരു പിരി ലൂസാണ് അയാൾക്ക് എനിക്ക് അഭിപ്രായമുണ്ട്. സത്യമായി ഞാൻ പറയും, വേറൊരു ജമാഅത്തുകാരനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു അണ കുറവ്. ഞാൻ ആ പ്രയോഗം വളരെ കൃത്യമായി നടത്തുന്നു, വളരെ കൃത്യമായി. ഒരണ കുറവുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ ചോദിക്കട്ടെ, വീരേന്ദ്രകുമാറിന് മുജാഹിദും വോട്ട് ചെയ്യുന്നു, ജമാഅത്തുകാരും വോട്ട് ചെയ്യുന്ന ഫലത്തിൽ എന്താ വ്യത്യാസം?